കോഴിക്കോട് വരുന്ന 15-ന് ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാറിലേക്ക് മുസ്ലിം ലീഗിന്റെ വരവ് പ്രതീക്ഷിച്ച CPM-ന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു PMS സലാം അറിയിച്ചിരുന്നത്. അതേസമയം സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ CPM-ന് തിരിച്ചടിയായി എന്ന് മാത്രമല്ല UDF-ലുണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിനു കൂടി വിരാമമായിരിക്കുന്നു. സെമിനാറിലേക്ക് ലീഗിനെ ക്ഷണിച്ചപ്പോൾ തന്നെ അത് രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. അതോടൊപ്പം ഒരു ആശങ്കയും അവർക്കിടയിൽ നിലനിന്നിരുന്നു. UDF-ന്റെ പ്രധാന ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്ന് മാത്രമേ തീരുമാനമെടുക്കുവാൻ കഴിയൂവെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. അതേസമയം CPM-ന്റെ ക്ഷണം സമസ്ത സ്വീകരിച്ചിരിക്കുകയാണ്. സെമിനാറിലേക്ക് ലീഗിനെ ക്ഷണിച്ചത് സംബന്ധിച്ച് MV ഗോവിന്ദൻ രാഷ്ട്രീയാധിഷ്ഠിതമായ ക്ഷണം അല്ല ഇതെന്നായിരുന്നു അറിയിച്ചത്. ഇത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചത് എന്നുമായിരുന്നു MV ഗോവിന്ദൻ അറിയിച്ചത്. അതേസമയം കൂടുതൽ ചിന്തിക്കുമ്പോൾ CPM-ന്റെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട്. ഇത് തീർത്തും വിഷയാധിഷ്ഠിത ചിന്തയുടെ ഭാഗമല്ലെന്നും കാണുന്നവരുണ്ട്. ഇതിന് പ്രധാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കോൺഗ്രസിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ദേശീയ തലത്തിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ CPM കോൺഗ്രസുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നും കാണാം. പക്ഷേ കേരളത്തിൽ മാത്രം കോൺഗ്രസിനെ മാറ്റി നിർത്തുകയും UDF-ലെ ഘടകകക്ഷികളെ ക്ഷണിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇവിടെ നടത്തുന്ന സെമിനാറുകൾ രാഷ്ട്രീയമായ ഭിന്നതയ്ക്ക് വേണ്ടിയാകരുത് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം. യോജിപ്പുള്ള സെമിനാറാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളത്തിൽ സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒപ്പം നിർത്തിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ CPM-ന്റെ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. അതേസമയം ലീഗ് ക്ഷണം സ്വീകരിക്കുമെന്നുള്ള ശക്തമായ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു CPM എന്ന് MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. ലീഗുമായി തൊട്ടുകൂടായ്മയൊന്നും ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അത് മാത്രമല്ല, അത് അപ്പോൾ കാണാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സമസ്ത ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസിലുണ്ടായിരുന്ന ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ്. ലീഗ് മുന്നണി വിട്ടാൽ UDF-നുണ്ടാകുന്ന ക്ഷീണം വളരെ വലുതായിരിക്കും എന്നിരിക്കെ ലീഗിനെ എന്ത് വില കൊടുത്തും കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം ലീഗിൻ്റെ ഈ നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തി ആശ്വസിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ CPM.